ജഡായിപ്പാറ കാണണമെന്ന് കുറേ ആഗ്രഹിച്ചെങ്കിലും പോക്കൊരു വല്ലാത്ത പോക്കായിപ്പോയി. അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ ഈ മെയ് 2-ാം തീയതി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ 1.5 വർഷത്തിന് ശേഷം ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ ഞങ്ങൾ കണ്ടിട്ട് ഏകദേശം 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. സോ മീറ്റ് മൈ ഫ്രണ്ട് ആഫേഴ്സ്. അവളുടെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഈവനിങ് പാട്രിയോട്ട് കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒരു വീഡിയോ വന്നെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങിയതാണ്. എന്നിട്ട് അവളുടെ വീട്ടിലൊരു 1-1:30 എത്താണ് എത്തിയത്. പിന്നെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. നേരെ ഫുഡ് കഴിച്ചു. തലേ ദിവസത്തെ കുറേ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ ജഡായിപ്പാറ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രൈവർ എത്തിയില്ല. അങ്ങനെ അവിടെയും കുറേ നേരം സമയം കളഞ്ഞ് ലാസ്റ്റ് ജഡായിപ്പാറ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പൂരത്തിനുള്ള തിരക്കുണ്ടായിരുന്നു. ആ ടൈമിൽ പോലും ഞങ്ങൾ ചിന്തിച്ചില്ല വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരുന്ന് എൻജോയ് ചെയ്യാന്നുള്ളത്. ഗൈസ് 4 മണിക്ക് എനിക്ക് തിരിച്ച് തൃശ്ശൂർക്കുള്ള ട്രെയിനുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഈ തിരക്ക് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോരണമെന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ ഒരു വിസിറ്റ് ഇവിടേക്ക് ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം. കേബിൾ കാറിൽ ഇതെൻ്റെ 2ാമത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യം ഞങ്ങൾ പോയത് ഫാമിലി ആയിട്ട് മലമ്പുഴ പോയപ്പോഴാണ് തോന്നുന്നു. യെസ്, മലമ്പുഴ പോയപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ മൊമെൻറ്റ്സ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം 4 മണിക്ക് എനിക്ക് ട്രെയിൻ കിട്ടുമെന്നുള്ള ടെൻഷനിലായിരുന്നു. 3 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് തന്നെ. പറഞ്ഞത് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല, 3 മണിയുടെ ട്രെയിൻ എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ ഞങ്ങളുടെ മീറ്റപ്പ് പ്ലാൻസും റീച്ച് ആയി. ഇനിയെങ്കിലും ഇതുപോലെ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ എവിടെയെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.